ഉപയോഗിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ തീവ്രവും വൃത്തികേടുകൾ നിറഞ്ഞതുമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അയാളുടെ അനുയായികളുമുണ്ട്. അതിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നവരുണ്ട്. അതിന് സംഘടനാ രൂപം നൽകിയ ആളുകളുണ്ട്. അതോടൊപ്പം ആ വ്യക്തികളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളും വ്യത്യസ്ത ശൈലികളെ സ്വീകരിച്ചവരുമൊക്കെ നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി വിശുദ്ധമായ ഈ ഇസ്ലാമിന്റെ വഴിയെ, നവോത്ഥാനത്തിന്റെ വഴിയെ, സുന്ദരമായ ഈ സത്യസന്ധമായ പാതയെ അപകടപ്പെടുത്തുവാനും പ്രയാസപ്പെടുത്തുവാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെയാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ ഖുർആനിന്റെ തിരുചര്യകളുടെ കർമ്മപരമായ കാര്യങ്ങളുടെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുത്ത് സ്വഹാബികളും അവരെ പിൻപറ്റിയവരും മുന്നോട്ട് പോയി. ഈ കറകളെ അവർ കാണുന്നുണ്ട്, അതിനെ അവർ പ്രതിരോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെയും കർമ്മശാസ്ത്രത്തെയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി പഠിപ്പിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യും. ഓർത്തു നോക്കേണ്ട കാര്യമാണ്. നമ്മൾ അന്നും വ്യത്യസ്തങ്ങളായ ചിന്താഗതികളും വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്. അതിനിടയിൽ ദീനിനെ സംരക്ഷിക്കുക എന്ന ആ വലിയ ധർമ്മം അവർ നിർവഹിക്കുകയുണ്ടായി. ശാഫിഈ ഇമാം റളിയല്ലാഹു തആല എത്ര കഷ്ടപ്പാടുകൾ ഈ വിഷയത്തിൽ സഹിച്ചു. ബഹുമാനപ്പെട്ടവർ ജന്മം കൊള്ളുന്നത് ഗസയിലാണ്, മക്കയിലേക്ക് വരുന്നു. 7ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഖുർആൻ ബഹുമാനപ്പെട്ടവർ ഹൃദിസ്ഥമാക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മക്കയിൽ ഉണ്ടായിരുന്ന സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ നിരവധി ഗുരുവര്യന്മാരിൽ നിന്ന് അറിവ് സ്വീകരിച്ചിട്ടുണ്ട്. 10ാമത്തെ വയസ്സിൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു രചിച്ച മുവത്ത മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മദീനയിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുന്നു. 15ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര സരണിയെ വികസിപ്പിക്കുവാനും ഫത്വ നൽകുവാനുമുള്ള അവകാശവും അർഹതയും തന്റെ ഗുരുവര്യന്മാർ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് നൽകുന്നു. പിന്നീട് ഇറാഖിലേക്ക്, യമനിലേക്ക്, അവസാന കാലഘട്ടങ്ങളിൽ ഈജിപ്തിലേക്ക് വന്ന് കർമ്മശാസ്ത്രത്തിന്റെ സുന്ദരമായ ഒരു വഴി മാലിക് എന്നവരുടെ ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുരുവര്യർ നല്ല ഒരു സരണിയെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല